ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതര പ്രതിസന്ധി. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എത്തിക്കാൻ ഓഫീസുകൾ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞുവെന്ന് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ വ്യക്തമാക്കി. തന്നെ പിരിച്ചുവിട്ടോട്ടെ എന്നും ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ അദ്ദേഹം പറയുന്നു. സൂര്യഗായത്രി ചേരുന്നു വിവരങ്ങളുമായി. സൂര്യ, ഈ ഒരു മെഡിക്കൽ കോളേജിനെതിരെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കേരളത്തിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജ് എന്നുള്ളത് തന്നെയാണ് ഏറെ കാലങ്ങളായി നമ്മൾ കേട്ടു വന്നിരുന്നത്. ഇപ്പോൾ അവിടെയാണ് ഈ ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളത് അവിടുത്തെ യൂറോളജി വിഭാഗം മേധാവി തന്നെ വ്യക്തമാക്കുന്നത്. എന്താണ് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ആരോഗ്യ വകുപ്പും പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലൊരു പ്രതിസന്ധി ഇല്ല എന്നാണ്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള നീക്കങ്ങൾ എങ്ങനെയാണ്? ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ കാര്യത്തിൽ എന്താണ് സർക്കാർ ഇനി സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഒക്കെ ലഭിച്ചോ? ലഭ്യമാക്കുന്നത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് എല്ലായ്പ്പോഴും പറയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ആളുകൾ ദിനം പ്രതി ചികിത്സയ്ക്കായിട്ട് സഹായത്തിനായിട്ട് വരുന്ന മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങൾ അതീവ ഗൗരവതരമാണ് എന്നുള്ളതാണ്. അത് ഇതിനോടകം തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. യൂറോളജി വിഭാഗം മേധാവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതിൽ തന്നെ പിരിച്ചുവിട്ടോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മകന്റെ പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു. ഉപകരണങ്ങളുടെ ലഭ്യത കുറവ് കൊണ്ടാണ് ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടതായിട്ട് വന്നത്. നിരാശയും ലജ്ജയും അതിൽ തനിക്ക് തോന്നുന്നു എന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഓഫീസുകൾ കയറി ഇറങ്ങി ചെരുപ്പ് തന്നെന്നും ബ്യൂറോക്രസിയുമായിട്ട് ഏറ്റുമുട്ടാൻ താൻ ഇല്ലെന്നും അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. വളരെ ഗൗരവേറിയ ആരോപണങ്ങളാണ് അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിട്ടുള്ള പരാതികളും അതുപോലെ തന്നെ ആരോപണങ്ങളും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണ് ഡോക്ടറുടേത് എന്നുള്ളതാണ് അദ്ദേഹം ഈ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. അതുകൂടാതെ തന്നെ DMEM വിശദീകരണം നൽകിക്കൊണ്ടിപ്പോൾ രംഗത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹവും പറയുന്നത് വൈകാരികമായിട്ടുള്ളൊരു പ്രതികരണം മാത്രമാണ് ഡോക്ടറുടേത് എന്നുള്ളതാണ്. അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പറഞ്ഞിട്ടുള്ള പരാതികളൊക്കെ തന്നെ അവാസ്തവമാണ്. തരത്തിലുള്ള വിശദീകരണമാണ് DMEയുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 4 സർജറികൾ യൂറോളജി വിഭാഗത്തിൽ മാത്രമായിട്ട് നടന്നു. അത്തരത്തിൽ ഉപകരണങ്ങളുടെ ഒരു ലഭ്യത കുറവുമില്ല. ആ ലഭ്യത കുറവ് കാരണം ഒരു ശസ്ത്രക്രിയയും മാറ്റിവെക്കേണ്ടതായിട്ടും വന്നിട്ടില്ല എന്നുള്ളതാണ് DME വ്യക്തമാക്കുന്നത്. ഒരു ശസ്ത്രക്രിയ അത് ചില സാങ്കേതിക തകരാറുകൾ കൊണ്ട് മാറ്റിവെക്കേണ്ടതായിട്ട് വന്നതല്ലാതെ ഈ പരാതിയിൽ പറയുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറയുന്ന ആരോപണങ്ങളോ പരാതികളോ ഒന്നും തന്നെ ശരിയല്ല എന്നും DME വ്യക്തമാക്കി കഴിഞ്ഞു. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിക്കുമെന്ന് DMEയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് സംബന്ധിച്ചുള്ള വിശദീകരണം ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഭാഗത്ത് നിന്ന് തേടുമെന്നുള്ള കാര്യം ആരോഗ്യവകുപ്പും ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ശരി സൂര്യ, എന്തായാലും വളരെ വൈകാരികമായിട്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയായിരുന്നു ഡോക്ടർ യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റേത്. അതിനെ സംബന്ധിച്ച് തന്നെ പിരിച്ചുവിട്ടാലും കുഴപ്പമില്ല, താൻ പറയാനുള്ളത് പറയുമെന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഡോക്ടർ ഹാരിസും ആ ഒരു പോസ്റ്റിലൂടെ സ്വീകരിച്ചത്. അതേസമയം ആരോഗ്യ വകുപ്പും പറയുന്നു ഇത്തരത്തിലൊരു പ്രതിസന്ധി ഇല്ല എന്നുള്ളത്. ഇത് അത്തരത്തിലുള്ള ഒരു പ്രതികരണമായി തന്നെ കണക്കാക്കിയാൽ മതി എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാടെന്നുള്ളത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള മണിക്കൂറുകളിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിന് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നേരിടേണ്ടി വരുമോ എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും കണ്ടറിയേണ്ടത്. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.